welcome back to my channel Nino's Vlog. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു അൺബോക്സിംഗ് ആയിട്ടാണ്. Boya BY-M1 mic. ഇത് യൂട്യൂബേഴ്സിനൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു മൈക്ക് തന്നെയാണ്. അപ്പോൾ ഞാനിത് ആമസോൺ വഴിയാണ് വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ MRP വന്നിട്ട് 1995 ആണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിത് ആമസോണിന് ഓഫർ പ്രൈസ് ആയിട്ട് 780 റുപ്പീസിന് കിട്ടും. ഞാനത് 780 റുപ്പീസിനാണ് വാങ്ങിയിട്ടുള്ളത്. Boya BY-M1. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവല്. ഇത് ഒരു വാറണ്ടി കാർഡും കൂടി വരുന്നുണ്ട്. പിന്നെ ഇങ്ങനൊരു പൗച്ചിലാണ് ഈ ഒരു മൈക്ക് വരുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു സംഭവം തന്നെയാണ്. നമുക്ക് യൂസേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പൗച്ചിലിട്ടിട്ട് ഈ ഒരു മൈക്ക് സൂക്ഷിച്ചു വെക്കാം. ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പൗച്ച്. ഇതാണ് നമ്മുടെ മൈക്ക്. ഇതിൻ്റെ കേബിൾ വന്നിട്ട് 6 മീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം നല്ല കുറേ വലുപ്പത്തിൽ തന്നെയുള്ള കേബിളാണിത്. ഇതാണ് ഇതിൻ്റെ ഓംനിഡയറക്ഷണൽ മൈക്രോഫോണ്. ഇതാണ് ഇതിൻ്റെ പവർ പാക്ക്. ഇത് പവർ ഓൺ ഓർ ഓഫ് ബട്ടൺ ആണ്. ഇത് 3.5 mm കണക്ടർ. ഇത് നമുക്ക് സ്മാർട്ട് ഫോണായിട്ട്, ക്യാമറയായിട്ട്, ക്യാംകോഡറായിട്ട്, അതർ റെക്കോർഡിംഗ് ഡിവൈസ് ഒക്കെ ആയിട്ട് ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയ വിധത്തിലുള്ള ഒരു ക്ലിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ഇതും കൂടി ഇൻക്ലൂഡഡ് ആണ്. ഇതിൽ എന്തെല്ലാമെന്ന് വെച്ചാൽ നമ്മുടെ ലേബൽ ക്ലിപ്പ് ഉണ്ട്, പിന്നെ ഒരു LR44 ബാറ്ററി, ഫോം വിൻഡ് സ്ക്രീൻ, പിന്നെ 1/4 അഡാപ്റ്റർ. ഇത്രയും സാധനങ്ങൾ ഇതിലുണ്ട്. ഇത് ഇങ്ങനെ ഇതിൻ്റെ മൈക്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ബാറ്ററി നമുക്കിതിൽ ഇടാം. അപ്പോൾ നമ്മൾ അൺബോക്സിംഗ് ഒക്കെ നിങ്ങൾ കണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മൈക്ക് യൂസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നേരത്തെയുള്ള വോയിസും ഇപ്പോൾ ഉള്ള വോയിസും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ ഞാൻ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടാതെ കമൻറ്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്തിട്ട് വെക്കാം. ഈ ആമസോണിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് അത് നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ ഒരു മൈക്ക് എൻ്റെ 2 ഫോണുണ്ട്. അതിൽ ഒരു ഫോണിൽ ഞാൻ കൊടുത്ത് നോക്കിയിട്ട് റെക്കോർഡ് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നമുക്ക് ഇത് നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ രണ്ടാമത്തെ ഫോണിൽ ഞാൻ യൂസ് ചെയ്തിട്ട് നോക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ആകെ കൺഫ്യൂഷനായി എന്താ ചെയ്യാമെന്ന്. അതിനുശേഷം ഞാൻ എൻ്റെ മൊബൈൽ ക്യാമറ ഓഫാക്കിയതിന് ശേഷം
മൊബൈലിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് അതിൽ സൗണ്ട് ആൻഡ് വൈബ്രേഷനിൽ അതർ സെറ്റിങ്സിൽ ഡീഫോൾട്ട് റെക്കോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഓട്ടോ സെലക്റ്റും ആഡ് ഓൺ ഉണ്ട്. അതിൽ നമ്മൾ ആഡ് ഓൺ കൊടുക്കുക. അതിനുശേഷം നമ്മൾ മൊബൈലായിട്ട് കണക്ട് ചെയ്ത് ക്യാമറ ഓൺ ആക്കും. എൻ്റെ ക്യാമറയിൽ കണക്ട് ചെയ്തിട്ട് ഒന്നുകൂടി ഞാൻ ട്രൈ ചെയ്ത് നോക്കി, കണക്ട് ആകുന്നുണ്ടോ അല്ലെ വർക്ക് ആകുന്നുണ്ടോ നോക്കി. അപ്പോൾ നോക്കുമ്പോൾ രണ്ടാമത് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ ഇത് സംഭവം നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ആകുന്നുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ക്യാമറയിൽ തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത്, ഈ ഒരു ക്യാമറ യൂസ് ചെയ്തിട്ടാണ്. ഇപ്പം നല്ല ഇതിൽ തന്നെ കണക്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോലെ തുടക്കക്കാരായ യൂട്യൂബേഴ്സിന് പറ്റിയ ഒരു മൈക്ക് തന്നെയാണ് ഇത്. അതായത് 780 റുപ്പീസിന് നല്ലൊരു അഫോർഡബിൾ റേറ്റിന് കിട്ടുന്ന മൈക്ക് തന്നെയാണ് ഇത്. അതായത് തുടക്കക്കാരായ യൂട്യൂബേഴ്സ് നമ്മളിപ്പോൾ കുറേ പൈസ ഒന്നും ചിലവാക്കിയിട്ട് വീഡിയോ എടുക്കാനൊന്നും നോക്കില്ലല്ലോ. അപ്പോൾ അവർക്ക് പറ്റിയൊരു അഫോർഡബിൾ റേറ്റിന് പറ്റിയൊരു മൈക്കാണിത്. ഞാനിത് സജസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം. എൻ്റെ ഒരു യൂസേജിൽ എനിക്കിത് നല്ലതായിട്ടാണ് തോന്നുന്നത്. കുഴപ്പമില്ല, നല്ലൊരു ഇത് തന്നെ. നമ്മുടെ ഈ മെയിൻ ഈ ഒരു യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അടച്ചുപൂട്ടിയ റൂമിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഈ പുറത്തൊക്കെ സൗണ്ട് വല്ലാണ്ട് ഈ ഒരു ഇതിൽ മൊബൈലിലൊക്കെ കയറി പിടിക്കും. അപ്പോൾ വല്ലാത്ത ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഈ ഒരു മൈക്ക് കൊണ്ട് നമുക്ക് ആ ഒരു നോയ്സ്, അതായത് ഔട്ട്സൈഡ് നോയ്സ് നമുക്ക് പരമാവധി ഒഴിവാക്കി കിട്ടും ഈ ഒരു മൈക്ക് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഈ ഒരു പവർ പാക്ക് കാണിച്ചായിരുന്നല്ലോ, അതിലിവിടെ ഓൺ ഓർ ഓഫ് ബട്ടൺ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ ഈ ഒരു ഓഫ് ഓർ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അതാണ് ഈ ഒരു മൊബൈലിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇടേണ്ടത്. അതായത് നമ്മൾ ഇതിൽ ബാറ്ററി ഇടുന്നത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നിരുന്നു. അപ്പം ബാറ്ററി ഇതിൽ നമ്മൾ, അതായത് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇതിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ബാറ്ററി ഇടേണ്ട ആവശ്യമില്ല. അതേ സ്ഥാനത്ത് നിങ്ങൾ ക്യാമറയിലാണ് ഈ ഒരു റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ബാറ്ററി യൂസ് ചെയ്തിട്ട് വേണം ഇത് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതായത് സ്മാർട്ട് ഫോണിൽ നമ്മൾ ബാറ്ററി യൂസ് ചെയ്യാണ്ടും ക്യാമറയിൽ ബാറ്ററി യൂസ് ചെയ്തിട്ടുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ക്യാമറയിൽ യൂസ് ചെയ്യുമ്പം ഈ ഒരു ബട്ടൺ നമുക്ക് ക്യാമറയിലേക്ക് കൊടുക്കാം. അതായത് സ്മാർട്ട് ഫോണിലാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിലേക്കും കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.